F1 മൂവി ഐമാക്സിൽ കാണുന്നത് വർത്താണോ? സാധാരണ അണ്ടർഡോഗ് സ്റ്റോറികളിൽ നിന്നും F1 മൂവിയെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? 90s സ്റ്റാറായ ബ്രാഡ് പിറ്റിന് ഇതുപോലെ ഒരു ന്യൂജൻ സബ്ജക്ട് എങ്ങനെ ചേരും, എങ്ങനെ സ്യൂട്ട് ചെയ്യും? ടോപ്പ് ഗൺ മാവറിക് എന്നുള്ള സക്സസ് മൂവിക്ക് ശേഷം ജോസഫ് കൊസിൻസ്കി സംവിധാനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ആ മുൻചിത്രം ഈ സിനിമയ്ക്ക് ഒരു ഭാരമായി തീരുമോ? F1 മൂവി അനൗൺസ് ചെയ്ത മുതൽ ഒരുപാട് പ്രേക്ഷകരുടെയും ഫിലിം വേൾഡിന്റെയും മൈൻഡിലുണ്ടായ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമ അനുഭവം എന്ന് നമുക്ക് പരിശോധിക്കാം. ബ്രാഡ് പിറ്റ് അഭിനയിച്ച് തിയേറ്ററിൽ എത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ ഹോളിവുഡ് ചിത്രമാണ് F1 ദ മൂവി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാരുടെ മനസ്സിലുള്ള ചോദ്യങ്ങളാണ്. ഇത് ഐമാക്സ് വർത്താണോ? ഇത് സാധാരണ ഇങ്ങനെയുള്ള സ്റ്റോറികളിൽ നിന്ന് എന്താണ് ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത്? ഒന്നാമത് നമുക്കറിയാം, ഈ ജോസഫ് കൊസിൻസ്കിയുടെ ഡയറക്ടറിലുള്ള ഒരു വിശ്വാസം ഈ സിനിമയ്ക്ക് എന്തായാലും ഉണ്ട്. അതായത് ടോപ്പ് ഗൺ മാവറിക് എന്നുള്ള ഒരു അൾട്ടിമേറ്റ് ഹിറ്റ്, ഗംഭീരമായ ഒരു കംബാക്ക് നമ്മൾ ആ സിനിമയിൽ കണ്ടു. ഒരു വൺ ഓഫ് ദി ബിഗ് ഹോളിവുഡ് സ്റ്റാറിന്റെ കംബാക്ക് നമ്മൾ ആ സിനിമയിലൂടെ കണ്ടു. അപ്പൊ അത് കഴിഞ്ഞ് ഈ സിനിമയിൽ എത്തുമ്പോൾ ബ്രാഡ് പിറ്റ് ഈ സിനിമയിലൂടെ വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഈ സിനിമയിൽ പക്ഷേ ഡയറക്ടറിൽ ഉള്ള ആ വിശ്വാസത്തോടൊപ്പം തന്നെ ഞെട്ടിച്ചിരിക്കുന്ന ക്ലോഡിയോ മിറാൻഡയുടെ സിനിമാറ്റോഗ്രഫി, അതുപോലെ തന്നെ ഹാൻസ് സിമ്മറിന്റെ മ്യൂസിക്കുമാണ്. എന്താണ് ഈ സിനിമയിൽ സിനിമാറ്റോഗ്രഫിക്ക് ഇത്ര വലിയ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, F1 റേസിംഗിനെ കുറിച്ചോ ഫോർമുല 1 റേസിംഗ്, കാർ റേസിംഗിനെ കുറിച്ച് അങ്ങനെ ധാരണ ഇല്ലാത്തവർക്കും ഈ സിനിമ ഒരുപാട് കണക്ട് ആകും എന്നുള്ളതാണ്. ഞാൻ ഒരു ഫോർമുല 1 ഫാനൊന്നും അല്ല, ഒരുപാട് ഫോളോ ചെയ്യുന്ന ആളൊന്നുമല്ല. അതിന്റെ ബേസിക് കാര്യങ്ങൾ അറിയാം, ഇഷ്ടമാണ്, അതിന്റെ ഗെയിം കളിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു പരിചയം മാത്രമേ ഈ റേസിംഗ് ഫോർമുല 1 ആയിട്ടുള്ളൂ. പക്ഷെ ഈ സിനിമ കാണുമ്പോൾ അതിന്റെ ടെക്നിക്കൽ സൈഡിൽ ആ അതിഗംഭീരമായിട്ട് സിനിമ നമ്മളെ വളരെ ഈസി ആയിട്ട് കൺവിൻസിങ് ആയിട്ട് ഈ സിനിമയിൽ അവർക്ക് സ്ക്രീൻ പ്ലേയിലൂടെ സാധിച്ചിട്ടുണ്ട്. അത് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി, കൺവേ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പിന്നെ ഹാൻസ് സിമ്മറിന്റെ മ്യൂസിക് നമുക്കറിയാം, ഒരുപാട് അക്കാദമി അവാർഡ് വിന്നിങ് ഒരു മ്യൂസിക് ഡയറക്ടറാണ് ഹാൻസ് സിമ്മർ. ഇന്റർസ്റ്റെല്ലാർ പോലുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് വർക്ക് ഇൻ ദ ഇൻഡസ്ട്രി ചെയ്ത ആളാണ്. അദ്ദേഹത്തിന്റെ ഈ സിനിമയ്ക്ക് കൊടുത്ത BGM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് റേസിംഗിൽ നമ്മൾ ആ എഡ്ജ് ഓഫ് ദ സീറ്റ് ഇരിക്കുമ്പോഴും അതുപോലെ തന്നെ ഇമോഷണൽ സ്ട്രെങ്ത്തിൽ അദ്ദേഹം കൊടുത്ത BGM, അതുപോലെ തന്നെ BGMോടൊപ്പം തന്നെ മത്സരിക്കേണ്ട ഒരു സംഭവമാണ് അദ്ദേഹം സൈലൻസിനോടത്തുള്ള ഇമ്പോർട്ടൻസ്. പല സീനിലും ഒരു വയലിൻ, അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ, വളരെ ഇമോഷണൽ ആയ, വളരെ ടേണിംഗ് പോയിന്റ് ആയ ഒരു മുഹൂർത്തത്തിൽ അദ്ദേഹം സെലക്ട് ചെയ്തത് അൾട്ടിമേറ്റ് സൈലൻസ് ആണ്. ആ സൈലൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ആ തിയേറ്ററിലുള്ള ക്രൗഡിനും ആ സൈലൻസ്, എന്റെ സ്ക്രീൻ ഈസ് സൈലന്റ്, ക്രൗഡ് ഈസ് സൈലന്റ്, അൾട്ടിമേറ്റ് ഗൂസ്ബം മൊമെന്റ്. ഗൂസ്ബം എന്ന് പറയാൻ പറ്റില്ല, ആ സിനിമാറ്റിക് എക്സ്പീരിയൻസ് അതൊരു ഐമാക്സ് സ്ക്രീനിൽ, അല്ല ഒരു ബെസ്റ്റ് 4K സ്ക്രീനിൽ എൻജോയ് ചെയ്യേണ്ട ഒരു മസ്റ്റ് വാച്ച് സിനിമയാക്കിയിട്ട് ഈ സിനിമയെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലോഡിയോ മിറാൻഡയുടെ സിനിമാറ്റോഗ്രഫി ഈ സിനിമയിൽ നമുക്ക് പറഞ്ഞ പോലെ, മ്യൂസിക്കിനെ കുറിച്ച് പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു F1 ഡ്രൈവറുടെ POV, അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും ആ കാറ് കാണിക്കുമ്പോൾ ആ ഒരുപാട് CG ഗിമ്മിക്കുകളില്ലാതെ വളരെ ഡൗൺ ടു എർത്ത്, വളരെ റിയൽ ആയിട്ട് നമുക്ക് ആ ഒരു മെറ്റൽ ക്ലാഷസും അതൊക്കെ ഫീൽ ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ക്യാമറ വർക്ക് അതിഗംഭീരം എന്ന് പറയാതെ വയ്യ. നമുക്കറിയാം, ലൈഫ് ഓഫ് പൈയിലൂടെ അക്കാദമി അവാർഡ് വിന്നിങ് ആണ് അദ്ദേഹവും. അതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡിൽ ഇതുപോലെ വളരെ സേഫ് ഹാൻഡ്സിലാണ് ഈ സിനിമ എന്നുള്ളതാണ് ഈ സിനിമയിൽ ഒരു തിയേറ്ററിക്കൽ മസ്റ്റ് വാച്ച് ആയിട്ട് ഈ സിനിമയെ മാറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ 90s സ്റ്റാറായ ബ്രാഡ് പിറ്റ്, അതുപോലെ തന്നെ ഈ ജനറേഷന്റെ റെപ്രസെന്റേഷനായ ഡെംസൽ ഇഡ്രിസ്, അദ്ദേഹത്തിന്റെ റൂക്കി ഡ്രൈവർ, അദ്ദേഹത്തിന്റെ കോ ഡ്രൈവർ, ആ ടീമിലെ ഡ്രൈവറായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ജനറേഷൻ ഗ്യാപ്പും അവർക്ക് ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസവും, ടേക്ക് ഇറ്റ് ഈസി ആറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള ഈ ജനറേഷനും, അതുപോലെ തന്നെ ഒരുപാട് എക്സ്പീരിയൻസുകളിൽ നിന്നും ഒരുപാട് സെറ്റ് ബാക്കുകളിൽ നിന്നും ആ വേദനയും ആ ഒരു ലെസനും എല്ലാം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ബ്രാഡ് പിറ്റിന്റെ ക്യാരക്ടറും തമ്മിലുള്ള ആ കെമിസ്ട്രിയും അതിഗംഭീരമായിട്ട് സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ സിനിമയിലുള്ള അണ്ടർഡോഗ് സ്റ്റോറികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് തന്നെ ഒരുപക്ഷെ ഇമ്പോസിബിൾ എന്ന് തോന്നാവുന്ന ഒരു വളരെ ഗംഭീരമായ ഒരു അച്ചീവ്മെന്റിനെ അവർ വളരെ നാച്ചുറൽ ആയിട്ടും, അതായത് അൾട്ടിമേറ്റ് ഫസ്റ്റ് ഗോയിൽ ജയിക്കാതെ അവരും വീണ്ടും ട്രൈ ചെയ്യുന്നുള്ള വളരെ പോസിറ്റീവ് നോട്ടിൽ ഈ സിനിമ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ റേസിംഗ് ഇഷ്ടപ്പെടുന്നവർ മാത്രം കണ്ടിരിക്കേണ്ട, F1 റേസിംഗ് ഫോളോ ചെയ്യുന്നവർ മാത്രം കണ്ടിരിക്കേണ്ട ഒരു സിനിമയല്ല. നിങ്ങളൊരു സിനിമ ലവർ ആണെങ്കിൽ തന്നെ തൊട്ടടുത്ത തിയേറ്ററിൽ ഇതിന്റെ സിനിമാറ്റോഗ്രഫി, ഇതിന്റെ സൗണ്ട് ഡിസൈൻ എന്നുള്ളത് ആ പീക്ക് ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്നതിൽ F1 ദ മൂവി വിജയിച്ചിട്ടുണ്ട്. ഈ സിനിമയൊക്കെ നമ്മളിപ്പോ എന്താ പറയാ, ഐമാക്സിൽ നമ്മൾ ഇതൊരു മൂവി കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഈ സിനിമ ഐമാക്സിൽ കാണുമെന്ന് ഡൗട്ടുള്ളവർ തീർത്തും മടിക്കേണ്ട. ഇതൊരു അൾട്ടിമേറ്റ് ഐമാക്സ് അനുഭവം നിങ്ങൾക്ക് തരും. അതുപോലെ തന്നെ നല്ല സൗണ്ട് ഡിസൈനുള്ള മൂവി ഒരു തിയേറ്റർ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നല്ല പീക്ക് സിനിമ എക്സ്പീരിയൻസ് തരുന്ന ഒരു അനുഭവമാണ് F1 ദ മൂവി. ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യും.